കാക്കവയലിൽ സ്വാമിയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയായിരുന്നു. ആദ്യം വിശ്വസിക്കാത്തവർ പോലും ഇപ്പോൾ പർണശാലയിൽ പോയി തുടങ്ങി. സരളയുടെ ഉപരിപഠനത്തിന് സ്വാമി സഹായം വാഗ്ദാനം ചെയ്തു. മുറച്ചെറുക്കൻ സുരേശൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച സരളയെ കാത്തിരുന്നത് എന്തായിരുന്നു? നമുക്ക് കേട്ടുനോക്കാം. അവിവാഹിത ഭാഗം 22. സ്വാമിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കൃഷ്ണന് സന്താനഭാഗ്യമുണ്ടാകാൻ പോകുന്നു എന്ന വിവരം കാക്കവയലിൽ എല്ലാവരും അറിഞ്ഞു. രമയെ മച്ചി എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന സ്ത്രീജനങ്ങളിൽ ചിലർ കാര്യം വിശ്വസിക്കാൻ മടി കാണിച്ചു. എന്നാലും യഥാർത്ഥ കാര്യം എത്ര നാൾ അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയും? 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും അവർക്കും വിശ്വസിക്കേണ്ടി വന്നു. അതോടെ സ്വാമിക്ക് നാട്ടിൽ പ്രീതി വർദ്ധിച്ചു. പ്രാർത്ഥനകൾക്കായി കാക്കവയലിന് പുറത്തുനിന്ന് പോലും ആളുകൾ പർണശാലയിലേക്ക് വന്നു തുടങ്ങി. സ്വാമിക്ക് യാതൊരു പ്രത്യേകതകളുമില്ല. പഴയതുപോലെ തന്നെ പ്രാർത്ഥനകളും ധ്യാനവുമൊക്കെയായി മുന്നോട്ടു പോകുന്നു. കൃഷ്ണനുമായുള്ള സ്നേഹബന്ധവും യാതൊരു ഉലച്ചിലും തട്ടാതെ സുഖമായി മുന്നോട്ടു പോവുകയാണ്. അല്ലെങ്കിലും ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടേണ്ട കാര്യമില്ലല്ലോ. അതിനുശേഷം കാക്കവയലിലെ ഓരോ വീടുകളും സന്ദർശിക്കാനുള്ള പരിപാടിയുമായി സ്വാമി മുന്നോട്ടു പോയി. സർവാത്മന ഉള്ള പിന്തുണ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. ഗോപിയുടെ ഭവനത്തിലും ഒരു വൈകുന്നേരം സ്വാമി വന്നിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. സരളയുടെ വിദ്യാഭ്യാസ കാര്യം ചർച്ചയായി. സ്വാമി സാമ്പത്തികമായും സ്വാധീനം ചെലുത്തിയും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പോയത്. കവലകളിലും ചായക്കടകളിലുമൊക്കെ സ്വാമിയെ പറ്റിയുള്ള ചർച്ചകൾ നന്നായി നടന്നുകൊണ്ടിരുന്നു. ആദ്യകാലങ്ങളിൽ സ്വാമിയിൽ തീരെ വിശ്വാസമില്ലാതിരുന്ന കുറേ പേരുണ്ടായിരുന്നു. അവർ പോലും ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥനകൾക്കായി പോകാൻ തുടങ്ങി. ആദ്യം സ്വാമിയെ കാണാൻ മടിച്ചു നിന്നവർ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുകയും വരി നിൽക്കുകയും ചെയ്തു തുടങ്ങി. സരളയുടെ മുറച്ചെറുക്കൻ സുരേശൻ ഗൾഫിൽ ഓയിൽ റിഫൈനറിയിലെ ജോലിക്കാരനാണ്. ദൈവവിശ്വാസം തീരെയില്ല എന്ന് മാത്രമല്ല, അല്പസ്വല്പം നിരീശ്വരവാദവും ഉണ്ട്. അമ്പലങ്ങളിൽ പോവുകയോ തൊഴുകയോ ചെയ്യരുത് എന്നാണ് സുരേശൻ്റെ അഭിപ്രായം. കാർന്നോന്മാർക്കെല്ലാം സുരേശനോട് വെറുപ്പ് വരാനുള്ള കാരണം വേറെ ഒന്നുമായിരുന്നില്ല. അവർ നടക്കുന്ന വഴികളിൽ കൂടി തന്നെ നടക്കാത്ത യുവജനങ്ങളെ അംഗീകരിക്കാത്ത കുറേ പ്രായമായവർ മറ്റ് ഏത് നാട്ടിലും എന്നതുപോലെ കാക്കവയലിലും ഉണ്ടായിരുന്നു. സ്വാമി വീട്ടിൽ വന്ന കാര്യവും ഉപരിപഠനത്തിന് സഹായിക്കാം എന്ന് ഏറ്റ കാര്യവുമെല്ലാം താൻ സുരേശനോട് പറഞ്ഞു. അയാൾ അപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങളൊന്നും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് അയാളിൽ വിശ്വസിക്കുന്നത്. അയാൾ ആൾദൈവമാണ്, പറ്റിപ്പിൻ്റെ അവതാരം. അയാളുടെ അടുത്ത് പോവുകയോ മിണ്ടുകയോ പോലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ തന്നെ ദൈവിക കാര്യങ്ങൾ എന്തു പറഞ്ഞാലും സുരേശൻ എതിർപ്പല്ലാതെ പറയില്ലല്ലോ. പിന്നെ ഇപ്പോൾ സ്വാമിയെപ്പറ്റി നല്ലത് പറയണമെന്ന് പറഞ്ഞാൽ അയാളുടെ വായിൽ നിന്നും അങ്ങനെയൊന്നും വരില്ല. എന്തോ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവരും അദ്ദേഹത്തെപ്പറ്റി നല്ലത് പറയുമോ? പലർക്കും അനുഗ്രഹങ്ങൾ മാത്രമല്ലേ കിട്ടിയത്? മക്കളുണ്ടാകാതിരുന്ന രമേടത്തിക്ക് ഒരു കുഞ്ഞുണ്ടായതായിരിക്കും ഇത്ര വലിയ അനുഗ്രഹം. അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവരാരും അന്വേഷിക്കാത്തത് കൊണ്ടല്ലേ.
കേൾക്കുന്നത് അതുപോലെ വിശ്വസിക്കുന്ന പാവം കാക്കവയലിലെ ജനങ്ങളെ അയാൾക്ക് കബളിപ്പിക്കാം. താൻ ഇത്ര ദിവസം പരിശ്രമിച്ചിട്ടും അയാളുടെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. ഓരോരുത്തരും പറയുന്നതിനനുസരിച്ച് പറഞ്ഞു നടക്കുന്നവരല്ലേ നമ്മുടെ നാട്ടുകാർ? ആരെങ്കിലും യഥാർത്ഥത്തിലുള്ള അഭിപ്രായം പറയുമോ? അത് പിന്നെ സുരേശൻ പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. മറ്റുള്ളവരെന്തു പറയുന്നോ അത് വിശ്വസിക്കും. മറ്റുള്ളവർ തെറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് തന്നെ പറയും. ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയെന്ന് തന്നെ പറയും. പക്ഷേ തനി ഗ്രാമവാസികളായ നമ്മുടെ നാട്ടുകാർക്ക് സുരേശനോളം ലോകപരിചയം ഉണ്ടായിരിക്കില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ഇത്രയും ശുദ്ധമനസ്കരായത്. അതുകൊണ്ടും ദോഷമൊന്നും ഉണ്ടാവുകയില്ലല്ലോ. നല്ല മനസ്സുള്ളവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്നല്ലേ മാതാപിതാക്കൾ പറയാറ്? അങ്ങനെ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന നല്ല മനസ്സുള്ളവരായതുകൊണ്ട് നമുക്കിപ്പോൾ എന്താ ഒരു കുഴപ്പം? അതുകൊണ്ട് നമുക്കെന്താ ഒരു നേട്ടം എന്ന് ഞാൻ ചോദിച്ചാൽ നീ എന്തു പറയും? സ്വാമിയുടെ സഹായം കൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് മാത്രമല്ലല്ലോ നേട്ടം. സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗം അവൾ ലക്ഷ്യം വെച്ചത് സുരേശനിലേക്ക് തന്നെയാണ്. താൻ പഠിക്കുകയും ജോലി ലഭിക്കുകയും ഒക്കെ ചെയ്താൽ അതിൻ്റെ ഒരു നേട്ടം സുരേശനും കൂടി ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അതയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിനക്ക് അപകടമൊന്നും വരില്ലല്ലോ. ചില സഹായങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ പോയാൽ അപകടത്തിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. താനോ തന്നോട് സ്വാമിയുടെ സഹായത്താൽ പഠിക്കാൻ പറഞ്ഞ വീട്ടുകാരോ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. അത്രമാത്രം ചിന്തിക്കാനൊന്നുമുള്ള അറിവും വിവേകവും അവർക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. അതുതന്നെ ആയിരിക്കും സുരേശൻ പറയുന്നതും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുമോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നതും വീട്ടിലുള്ളവരെല്ലാം പറയുന്നതും. എന്നാൽ ഞാൻ പറയുന്നു, വളരെ സൂക്ഷിക്കണം. ശ്രദ്ധയോടെ മാത്രമേ ഏത് കാര്യവും ചെയ്യാവൂ. ഏതെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും ചെല്ലാൻ പറഞ്ഞാൽ എന്നോട് പറയാതെ പോകരുത്. അത് പിന്നെ എന്തായാലും അങ്ങനെയല്ലേ ചെയ്യുകയുള്ളൂ. ഭാവിയിൽ തൻ്റെ കൈപിടിച്ച് നടക്കേണ്ട ആളല്ലേ. ആ ആളറിയാതെ ഒരു കാര്യവും ഈ സരള ചെയ്യില്ല. അന്ന് അവിടെ നിന്നും അങ്ങനെ തീരുമാനിച്ച് സുരേശനോട് വാക്ക് പറഞ്ഞ് പിരിഞ്ഞതാണ്. ലീവ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുന്ന അത്രയും ദിവസങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അയാൾ പോയി കൃത്യം 2 ആഴ്ച കഴിയുന്നതിന് മുൻപാണ് ഒരു ദിവസം ഭവന സന്ദർശനത്തിന് എന്നതുപോലെ സ്വാമി വീട്ടിലേക്ക് വന്നത്. അന്ന് അച്ഛൻ പണിക്ക് പോയി മടങ്ങി വന്നിട്ടില്ല. അമ്മയും താനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സ്വാമിയെ സ്വീകരിച്ചിരുത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ പഠനകാര്യം എടുത്തിട്ടു. ഒരു കോളേജിൽ ഉപരിപഠനത്തിനുള്ള സൗകര്യം ശരിയാക്കാം എന്ന് അന്ന് പറഞ്ഞിരുന്നതാണല്ലോ. അതിൻ പ്രകാരം ഉപരിപഠനത്തിനുള്ള സൗകര്യം ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഇൻ്റർവ്യൂവിനായി സ്വാമിയുടെ തന്നെ ഭക്തരായ കുറേ പേർ നടത്തുന്ന സ്വകാര്യ കോളേജിൽ എത്തണമെന്നും ആണ് സ്വാമി അന്ന് പറഞ്ഞത്. സരള മറുപടി പറയുന്നതിന് മുൻപ് തന്നെ അമ്മ ശ്യാമള മറുപടി പറഞ്ഞു. എന്നാണ് വരേണ്ടതെന്ന് പറയുകയേ വേണ്ടൂ, ഞങ്ങളവിടെ എത്തിക്കൊള്ളാം. വെറുതെ വന്നാൽ പോരാ കേട്ടോ,
സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കണം. വിശദമായ പരിശോധന ഉണ്ടാകും. അതിനുശേഷം മാത്രമേ അഡ്മിഷൻ്റെ കാര്യം തീരുമാനമാവുകയുള്ളൂ. അപ്പോഴും ശ്യാമളയ്ക്ക് സംശയമായിരുന്നു അതിൻ്റെ ചെലവിൻ്റെ കാര്യം എങ്ങനെ നടക്കും എന്ന്. ആ കാര്യം അമ്മ സ്വാമിയോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഫീസ് ഇനത്തിൽ അവിടെ പണമൊന്നും അടയ്ക്കേണ്ടതില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ട്രസ്റ്റിൻ്റെ സ്പോൺസർഷിപ്പിൽ നൽകുന്ന ഒരു സ്കോളർഷിപ്പുണ്ട്. അത് ആർക്കൊക്കെ കിട്ടണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് സരളയ്ക്ക് കൊടുക്കാം. അങ്ങനെ ചെലവിൻ്റെ കാര്യവും ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു. എവിടെയെങ്കിലും ചെല്ലാൻ പറഞ്ഞാൽ സുരേശനെ അറിയിക്കണമെന്ന് പറഞ്ഞ കാര്യം താൻ മറന്നുപോയി. വീട്ടിൽ ആ കാര്യം അവൾ പറഞ്ഞിരുന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ വീട്ടിലുള്ളവർക്ക് ആർക്കും സ്വാമിയുടെ കാര്യത്തിൽ അല്പം പോലും സംശയമുണ്ടായിരുന്നില്ല. സുരേശന് സ്വാമിയെ സംശയമുള്ള കാര്യം പറഞ്ഞാലും കാര്യമില്ല. അത് അവൻ്റെ നിരീശ്വരവാദം കൊണ്ടാണെന്ന് മാത്രമേ എല്ലാവരും പറയുകയുള്ളൂ. അമ്പലത്തിലും പൂജകളിലും വിശ്വാസമില്ലാത്തവനല്ലേ എന്നും പറയും. പിന്നെ എന്തിന് വെറുതെ പറയണം എന്നാണ് തനിക്ക് അന്നേരം തോന്നിയത്. നാട്ടുകാരോടൊന്നും അധികം കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട. അങ്ങനെ വന്നാൽ കൂടുതൽ ആളുകൾ അപേക്ഷയുമായി വരും. എല്ലാവർക്കും ഒന്നും സ്കോളർഷിപ്പ് കൊടുക്കാൻ കഴിയില്ല. സൗജന്യ വിദ്യാഭ്യാസവും അധികമാർക്കും നൽകാൻ കഴിയില്ല. സ്വാമി അങ്ങനെ പറഞ്ഞപ്പോൾ പോലും സംശയത്തിൻ്റെ ഒരു കണിക പോലും തൻ്റെയോ വീട്ടിലുള്ളവരുടെയോ മനസ്സുകളിൽ തോന്നിയില്ല. അതൊന്നും തോന്നാത്ത രീതിയിലായിരുന്നല്ലോ സ്വാമിയുടെ പറച്ചിൽ. അങ്ങനെ തോന്നാൻ കഴിയാത്ത അത്രയും അടുപ്പം സ്വാമിയോടും അവരുടെ പ്രസ്ഥാനങ്ങളോടും തൻ്റെ വീട്ടിലുള്ളവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിൽ സംശയം എന്തെങ്കിലും തനിക്കോ അമ്മയ്ക്കോ തോന്നേണ്ടതല്ലേ? അമ്മ തയ്യാറാക്കി കൊടുത്ത ചായയും കുടിച്ച് കുടുംബത്തിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ടാണ് സ്വാമി പുറത്തേക്ക് പോയത്. അതും കഴിഞ്ഞ് കുറേ കൂടി കഴിഞ്ഞാണ് അച്ഛൻ അന്ന് വന്നത്. അച്ഛനോട് താൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛനും സ്വാമി ചെയ്യുന്ന ഉപകാരത്തിനെ പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. സ്വാമിക്ക് ഇവിടെ തന്നെ വരാൻ തോന്നിയത് കാക്കവയലിൻ്റെ ഭാഗ്യമാണ്. അല്ലായിരുന്നെങ്കിൽ മകളുടെ പഠനം എങ്ങനെ കൊണ്ടുപോകും എന്ന് നമ്മൾ വിഷമിക്കുകയില്ലായിരുന്നോ? ഇനിയിപ്പോൾ അവളുടെ കാര്യം സ്വാമി നോക്കിക്കോളും. ഉപരിപഠനം എന്ന തൻ്റെ സ്വപ്നം വാടിക്കരിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിന് ജീവൻ വെച്ചു. അത് തളിർക്കാൻ തുടങ്ങി. ആ ദിവസങ്ങളിലെങ്ങും സുരേശൻ വിളിച്ചതുമില്ല. അങ്ങോട്ട് വിളിക്കുന്ന പതിവില്ല. അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടും ചെലവുമാണ്. അത് കാരണം വിവരങ്ങളൊന്നും സുരേശനോട് പറഞ്ഞതുമില്ല. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഉപരിപഠനത്തിനായി പോകുന്ന കോളേജും അതിലെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം മനസ്സിൽ കണ്ട് സന്തോഷിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു താൻ. അവസാനം ഇൻ്റർവ്യൂവിനായി പോകണമെന്ന് സ്വാമി പറഞ്ഞ ദിവസമായി. അച്ഛനാണ് കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നത്. ആരാണ് കൂടെ ചെല്ലേണ്ടതെന്നും ആരെങ്കിലും കൂടെ ചെല്ലണമെന്നോ എന്നുപോലും സ്വാമി അന്ന് പറഞ്ഞിരുന്നില്ല. എന്നാലും അച്ഛൻ കൂടെ വരികയാണ് ചെയ്തത്. സ്വാമി പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടും അതിനൊരു കോളേജിൻ്റെ പരിവേഷമൊന്നും തോന്നുന്നില്ല. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം അവിടെ കണ്ടു. ഒരു ചെറിയ കെട്ടിടത്തിൽ കുറച്ച് ആളുകളെയും കണ്ടു. അവർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും പിടികിട്ടിയില്ല. ആരോടും ചോദിച്ചുമില്ല. ചെല്ലാൻ പറഞ്ഞ സ്ഥലം അതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കെട്ടിടത്തിലേക്ക് ചെന്നു. അപ്പോൾ
ഞങ്ങളെ സ്വീകരിക്കാൻ ഒരാളവിടെ ഉണ്ടായിരുന്നു. അഡ്മിഷന് വേണ്ടി വന്നതല്ലേ, കുറച്ച് സമയം ഇവിടെ ഇരിക്കെ, അവരെല്ലാവരും ഇപ്പോൾ വരും, അതിനുശേഷം വിളിക്കാം. +2 അഡ്മിഷന് പോയപ്പോഴും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ ആയിരുന്നു പ്രൊസീജിയറുകൾ എല്ലാം. അതുകൊണ്ട് കോളേജിൻ്റെ കെട്ടിടം ഇവിടെയല്ലായിരിക്കും എന്ന് പോലും ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വിചാരിച്ചു. എന്തായാലും സ്വാമി വരട്ടെ, കാര്യങ്ങൾ തീരുമാനമാകട്ടെ എന്ന് കണക്കാക്കി അവിടെ തന്നെ അച്ഛനോടൊപ്പം ഇരുന്നു. അധിക സമയം കാത്തിരിക്കേണ്ടി വന്നില്ല. സ്വാമി നിറഞ്ഞ പുഞ്ചിരിയോടെ ഞങ്ങളുടെ മുൻപിലേക്ക് വന്നു. അച്ഛനെ കണ്ടിട്ട് സ്വാമിക്ക് അത്ര പിടിച്ചില്ല എന്ന് തോന്നുന്നു. ഇൻ്റർവ്യൂവിന് ഒറ്റയ്ക്ക് വന്നാലും മതിയായിരുന്നല്ലോ. ഗോപിയുടെ ഇന്നത്തെ പണി മെനക്കെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാ ദിവസവും പണിയെടുക്കുന്നതല്ലേ, ഒരു ദിവസം അത് മെനക്കെട്ടു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് നഷ്ടം വരാനാണ് എന്നായിരിക്കണം അച്ഛൻ ചിന്തിച്ചത്. അതേ രീതിയിൽ തന്നെയാണ് പ്രതികരണമുണ്ടായതും. ഒരു ദിവസത്തെ പണിയല്ലേ നഷ്ടപ്പെടുകയുള്ളൂ, അത് സാരമില്ല സ്വാമി. പിന്നെ അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുടിക്കാൻ അവിടുത്തെ ഒരാൾ എന്തോ പാനീയം കൊണ്ടുവന്നു തന്നു. ഇവിടെ വരെ നടന്നു വന്നതല്ലേ, ദാഹം കാണും, രണ്ടുപേരും കുടിച്ചുകൊള്ളൂ, ക്ഷീണവും മാറും. സ്വാമിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അയാൾ കുടിക്കാൻ പാനീയം കൊണ്ടുവന്ന് തന്നത്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും എന്തോ അസ്വസ്ഥത പോലെ തനിക്ക് തോന്നിത്തുടങ്ങി. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അച്ഛനെ നോക്കിയപ്പോഴേക്കും അച്ഛൻ ഇരുന്ന സ്ഥലത്തു നിന്നും പിന്നിലേക്ക് ചാരി ഉറങ്ങുന്നത് പോലെ കിടക്കുന്നതാണ് അവ്യക്തമായി താൻ കണ്ടത്. പിന്നെ അവിടെ നടന്നതൊന്നും തനിക്കറിയില്ല. ഇൻ്റർവ്യൂവിനെന്ന് പറഞ്ഞു പോയ സരളയും അച്ഛനും ഒരു പാനീയം കുടിച്ചതുവരെ ഓർമ്മയുണ്ട്. പിന്നെ അവിടെ നടന്നതൊന്നും സരളയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവൾക്ക് എന്താണ് സംഭവിച്ചത്? അപകടകരമായി എന്തോ ആണ്, അത് സംശയമില്ല. നമുക്ക് അറിയാം അടുത്ത ഭാഗത്തിൽ. കാത്തിരിക്കൂ. അവിവാഹിത 23-ാം ഭാഗം മറ്റന്നാൾ ഇതേ സമയം.